ഭരണകർത്താക്കളുടെ സങ്കീർത്തനമാണ് 101 സങ്കീർത്തനം. ജനത്തെ നീതിയോടും ധർമ്മബോധത്തോടും കൂടി ഭരിക്കാൻ ദൈവമേ, ഞങ്ങളുടെ ഭരണകർത്താക്കളെ അനുഗ്രഹിക്കണമേ. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കാൻ ഞാൻ ശ്രദ്ധ വയ്ക്കും. എപ്പോഴാണ് അങ്ങന്റെ അടുക്കൽ വരിക? ഞാൻ എന്റെ ഭവനത്തിൽ പരമാർത്ഥ ഹൃദയത്തോടെ വ്യാപരിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. നീചമായ ഒന്നിലും ഞാൻ കണ്ണുവയ്ക്കുകയില്ല. വഴിപിഴച്ചവരുടെ പ്രവൃത്തി ഞാൻ വെറുക്കുന്നു. അതിന്റെ പിടിയിൽ ഞാൻ അകപ്പെടുകയില്ല. ഹൃദയവക്രത എന്നെ തീണ്ടുകയില്ല. ഒരു തിന്മയും ഞാൻ അറിയുകയില്ല. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. അയൽക്കാരനെതിരെ ഏഷണി പറയുന്നവനെ ഞാൻ നശിപ്പിക്കും. അഹങ്കാരിയെയും ഗർവിഷ്ഠനെയും ഞാൻ പൊറുപ്പിക്കുകയില്ല. ദേശത്തുള്ള വിശ്വസ്തരെ ഞാൻ പ്രീതിയോടെ വീക്ഷിക്കും. അവർ എന്നോടൊത്തു വസിക്കും. നിഷ്കളങ്ക മാർഗത്തിൽ ചരിക്കുന്നവൻ എന്റെ സേവകനായിരിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. വഞ്ചന ചെയ്യുന്ന ഒരുവനും എന്റെ ഭവനത്തിൽ വസിക്കുകയില്ല. നുണ പറയുന്ന ഒരുവനും എന്റെ സന്നിധിയിൽ തുടരാനാവുകയില്ല. ദേശത്തെ ദുഷ്കർമ്മികളെ പ്രഭാതം തോറും ഞാൻ നിഗ്രഹിക്കും. കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധർമ്മികളെ ഞാൻ നിർമാർജനം ചെയ്യും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. ഞാൻ കരുണയെയും നീതിയെയും കുറിച്ചു പാടും. കർത്താവേ, ഞാൻ അങ്ങേക്കു കീർത്തനമാലപിക്കും. സങ്കീർത്തനം 102. മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയും വിജനപ്രദേശത്തെ മൂങ്ങ പോലെയുമുള്ള ഏകാന്ത ജീവിതങ്ങളെ പ്രതിനിധാനം ചെയ്യുന്നു 102 സങ്കീർത്തനം. എല്ലാ ഏകാന്തതകളിലും കർത്താവിന്റെ സാന്നിധ്യം തിരിച്ചറിയാൻ നമുക്ക് കഴിയട്ടെ.
കർത്താവേ, എന്റെ പ്രാർത്ഥന കേൾക്കണമേ. എന്റെ നിലവിളി അങ്ങയുടെ സന്നിധിയിൽ എത്തട്ടെ. എന്റെ കഷ്ടതയുടെ ദിനത്തിൽ അങ്ങെന്നിൽ നിന്നു മുഖം മറയ്ക്കരുതേ. അങ്ങെനിക്കു ചെവി തരേണമേ. ഞാൻ വിളിച്ചപേക്ഷിക്കുമ്പോൾ വേഗം എനിക്കുത്തരമരുളേണമേ. എന്റെ ദിനങ്ങൾ പുക പോലെ കടന്നു പോകുന്നു. എന്റെ അസ്ഥികൾ തീക്കൊള്ളി പോലെ എരിയുന്നു. എന്റെ ഹൃദയം പുല്ലുപോലെ വാടിപ്പോകുന്നു. ഞാൻ ആഹാരം കഴിക്കാൻ മറന്നു പോകുന്നു. കരഞ്ഞു കരഞ്ഞു ഞാൻ എല്ലും തോലുമായി. ഞാൻ മരുഭൂമിയിലെ വേഴാമ്പൽ പോലെയാണ്. വിജനപ്രദേശത്തെ മൂങ്ങ പോലെയും. ഞാൻ ഉറക്കം വരാതെ കിടക്കുന്നു. പുരമുകളിൽ തനിച്ചിരിക്കുന്ന പക്ഷിയെ പോലെ ഏകാകിയാണു ഞാൻ. എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നെ നിന്ദിക്കുന്നു. എന്നെ വൈരികൾ എന്റെ പേരു ചൊല്ലി ശപിക്കുന്നു. ചാരം എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. എന്റെ പാനപാത്രത്തിൽ കണ്ണീർ കലരുന്നു. അങ്ങയുടെ രോഷവും ക്രോധവും കൊണ്ടു തന്നെ അങ്ങെന്നെ വലിച്ചെറിഞ്ഞു കളഞ്ഞു.
സ്വർഗസ്ഥനാണ്. അങ്ങയുടെ നാമം തലമുറകളോളം നിലനിൽക്കുന്നു. അവിടുന്ന് എഴുന്നേറ്റ സിയോനോട് കരുണ കാണിക്കും. അവളോട് കൃപ കാണിക്കേണ്ട കാലമാണിത്. നിശ്ചയിക്കപ്പെട്ട സമയം വന്നു ചേർന്നിരിക്കുന്നു. അങ്ങയുടെ ദാസർക്ക് അവളുടെ കല്ലുകൾ പ്രിയപ്പെട്ടവയാണ്. അവർക്ക് അവളുടെ ധൂളിയോട് അലിവു തോന്നുന്നു. ജനതകൾ കർത്താവിന്റെ നാമത്തെ ഭയപ്പെടും. ഭൂമിയിലെ രാജാക്കന്മാർ അങ്ങയുടെ മഹത്വത്തെയും കർത്താവ് സിയോനെ പണിതുയർത്തും. അവിടുന്ന് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും. അഗതികളുടെ പ്രാർത്ഥന അവിടുന്ന് പരിഗണിക്കും. അവരുടെ യാചനകൾ നിരസിക്കുകയില്ല. ഭാവി തലമുറയ്ക്കു വേണ്ടി ഇനിയും ജനിച്ചിട്ടില്ലാത്ത ജനം അവിടുത്തെ സ്തുതിക്കാൻ വേണ്ടി ഇത് ആലേഖനം ചെയ്യപ്പെടട്ടെ. തടവുകാരുടെ ഞരക്കം കേൾക്കാനും മരണത്തിനു വിധിക്കപ്പെട്ടവരെ സ്വതന്ത്രരാക്കാനും വേണ്ടി അവിടുന്ന് തന്റെ വിശുദ്ധ മന്ദിരത്തിൽ നിന്നു താഴേക്കു നോക്കി. സ്വർഗത്തിൽ നിന്നു കർത്താവ് ഭൂമിയെ നോക്കി. ജനതകളും രാജ്യങ്ങളും ഒരുമിച്ചു വന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ സിയോനിൽ കർത്താവിന്റെ നാമവും ജെറുസലേമിൽ അവിടുത്തെ സ്തുതിയും പ്രഘോഷിക്കപ്പെടാൻ വേണ്ടി തന്നെ അവിടുന്നു ആയുസ്സിന്റെ മധ്യത്തിൽ വച്ചു തന്നെ എന്റെ ശക്തി തകർത്തു. അവിടുന്ന് എന്റെ ദിനങ്ങൾ വെട്ടിച്ചുരുക്കി. വത്സരങ്ങൾക്ക് അറുതിയില്ലാത്തവനായ എന്റെ ദൈവമേ, എന്റെ ആയുസ്സിന്റെ മധ്യത്തിൽ വച്ച് എന്നെ എടുക്കരുതേ. ഇന്നു ഞാൻ യാചിക്കുന്നു. പണ്ട് അവിടുന്ന് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശം അങ്ങയുടെ കരവേലയാണ്. അവ നശിച്ചു പോകും, എന്നാൽ അങ്ങു നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും.
അവസരങ്ങൾക്ക് അവസാനമില്ല. അങ്ങയുടെ ദാസരുടെ മക്കൾ സുരക്ഷിതരായി വസിക്കും. അവരുടെ സന്തതി പരമ്പര അങ്ങയുടെ മുൻപിൽ നിലനിൽക്കും. ആർദ്രഹൃദയനും കാരുണ്യവാനുമായ കർത്താവിനെ പുകഴ്ത്താൻ സ്വന്തം ആത്മാവിനെയും സ്വർഗദൂതരെയും മനുഷ്യരെയും പ്രപഞ്ചത്തെയും ക്ഷണിക്കുകയാണ് 103 സങ്കീർത്തന കർത്താവ്. നമുക്ക് അവിടുത്തെ വാഴ്ത്താം. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവെ കർത്താവിനെ വാഴ്ത്തുക, അവിടുന്നു നൽകിയ അനുഗ്രഹമൊന്നും മറക്കരുത്. അവിടുന്നു നിന്റെ അകൃത്യങ്ങൾ ക്ഷമിക്കുന്നു, നിന്റെ രോഗങ്ങൾ സുഖപ്പെടുത്തുന്നു. അവിടുന്നു നിന്റെ ജീവനെ പാതാളത്തിൽ നിന്നും രക്ഷിക്കുന്നു. അവിടുന്നു സ്നേഹവും കരുണയും കൊണ്ടു നിന്നെ കിരീടമണിയിക്കുന്നു. നിന്റെ യൗവനം കഴുകന്റേതുപോലെ നവീകരിക്കപ്പെടാൻ വേണ്ടി നിന്റെ ജീവിതകാലമത്രയും നിന്നെ സംതൃപ്തനാക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക. കർത്താവ് പീഡിതരായ എല്ലാവർക്കും നീതിയും ന്യായവും പാലിച്ചു കൊടുക്കുന്നു. അവിടുന്നു തന്റെ വഴികൾ മോശയ്ക്കും പ്രവൃത്തികൾ ഇസ്രായേൽ ജനത്തിനും വെളിപ്പെടുത്തി. കർത്താവ് ആർദ്രഹൃദയനും കാരുണ്യവാനുമാണ്, ക്ഷമാശീലനും സ്നേഹനിധിയുമാണ്. അവിടുന്ന് എപ്പോഴും ശാസിക്കുകയില്ല, അവിടുത്തെ കോപമെന്നേക്കും നിലനിൽക്കുകയില്ല. നമ്മുടെ പാപങ്ങൾക്കൊത്തവിടുന്നു നമ്മെ ശിക്ഷിക്കുന്നില്ല, നമ്മുടെ അകൃത്യങ്ങൾക്കൊത്തു നമ്മോട് പകരം ചെയ്യുന്നില്ല. ഭൂമിക്കുമേൽ ഉയർന്നിരിക്കുന്ന ആകാശത്തോളം ഉന്നതമാണ് തന്റെ ഭക്തരോടു അവിടുന്നു കാണിക്കുന്ന കാരുണ്യം. തന്റെ ഭക്തരോടു അവിടുന്നു കാണിക്കുന്ന കാരുണ്യം. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക, എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധ നാമത്തെ പുകഴ്ത്തുക.
പടിഞ്ഞാറും തമ്മിലുള്ളത്ര അകലത്തിൽ നമ്മുടെ പാപങ്ങളെ അവിടുന്നു നമ്മിൽ നിന്നും അകറ്റി നിർത്തി. പിതാവിനു മക്കളോടെന്ന പോലെ കർത്താവിനു തന്റെ ഭക്തരോട് അലിവ് തോന്നുന്നു. എന്തിൽ നിന്നാണു നമ്മെ മെനഞ്ഞെടുത്തതെന്ന് അവിടുന്നു അറിയുന്നു. നാം വെറും ധൂളിയാണെന്നു അവിടുന്നു ഓർമ്മിക്കുന്നു. മനുഷ്യന്റെ ജീവിതം പുല്ല് പോലെയാണ്, വയലിലെ പൂ പോലെ അത് വിരിയുന്നു. എന്നാൽ കാറ്റടിക്കുമ്പോൾ അത് കൊഴിഞ്ഞു പോകുന്നു. അതു നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. അതു നിന്നിരുന്ന ഇടം പോലും അതിനെ ഓർക്കുന്നില്ല. എന്നാൽ കർത്താവിൻ്റെ കാരുണ്യം അവിടുത്തെ ഭക്തരുടെ മേൽ എന്നേക്കുമുണ്ടായിരിക്കും. അവിടുത്തെ നീതി തലമുറകളോളം നിലനിൽക്കും. അവിടുത്തെ ഉടമ്പടി പാലിക്കുന്നവരുടെയും അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം അനുസ്മരിക്കുന്നവരുടെയും മേൽ തന്നെ എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. കർത്താവ് തന്റെ സിംഹാസനം സ്വർഗത്തിൽ സ്ഥാപിച്ചിരിക്കുന്നു. എല്ലാരും അവിടുത്തെ രാജകീയ അധികാരത്തിൻ കീഴിലാണ്. കർത്താവിന്റെ വചനം ശ്രവിക്കുകയും അവിടുത്തെ ആജ്ഞ അനുസരിക്കുകയും ചെയ്യുന്ന ശക്തരായ ദൂതരെ അവിടുത്തെ വാഴ്ത്തുവിൻ. കർത്താവിന്റെ ഹിതം നിറവേറ്റുന്ന ദാസരുടെ വ്യൂഹങ്ങളെ അവിടുത്തെ സ്തുതിക്കുവിൻ. കർത്താവിന്റെ അധികാര സീമയിൽപ്പെട്ട സൃഷ്ടികളെ കർത്താവിനെ സ്തുതിക്കുവിൻ. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ആത്മാവേ കർത്താവിനെ സ്തുതിക്കുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ അന്തരംഗമേ അവിടുത്തെ വിശുദ്ധനാമത്തെ പുകഴ്ത്തുക. വാനമേഘങ്ങളെ രഥമാക്കുന്ന കർത്താവ്, കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നവൻ, പ്രപഞ്ചത്തെ ക്രമത്തോടെ പരിപാലിക്കുന്നവൻ, ഭൂമിയുടെ മുഖം നവീകരിക്കുന്നവൻ, ഈ കർത്താവിന് കീർത്തനം ആലപിക്കുകയാണ് 104-ാം സങ്കീർത്തന കർത്താവ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ അങ്ങു അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്.
എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് മഹത്വവും തേജസ്സും ധരിച്ചിരിക്കുന്നു. വസ്ത്രമെന്ന പോലെ അങ്ങ് പ്രകാശമണിഞ്ഞിരിക്കുന്നു. കൂടാരമെന്ന പോലെ അവിടുന്ന് ആകാശത്തെ വിരിച്ചിരിക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അങ്ങയുടെ മന്ദിരത്തിന്റെ തുലാങ്ങൾ ജലത്തിന്മേൽ സ്ഥാപിച്ചിരിക്കുന്നു. അങ്ങു വാനമേഘങ്ങളെ രഥമാക്കി കാറ്റിന്റെ ചിറകുകളിൽ സഞ്ചരിക്കുന്നു. അവിടുന്നു കാറ്റുകളെ ദൂതരും അഗ്നിയെയും അഗ്നിജ്വാലകളെയും സേവകരുമാക്കി. അവിടുന്ന് ഭൂമിയെ അതിന്റെ അടിസ്ഥാനത്തിന്മേലുറപ്പിച്ചു. അത് ഒരിക്കലും ഇളകുകയില്ല. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. അവിടുന്ന് വസ്ത്രം കൊണ്ടെന്ന പോലെ ആഴികൊണ്ടു അതിനെ ആവരണം ചെയ്തു. വെള്ളം പർവ്വതങ്ങൾക്കുമീതെ നിന്നു. അങ്ങു ശാസിക്കുമ്പോൾ അവ ഓടിയകലുന്നു. അങ്ങു ഇടിമുഴക്കുമ്പോൾ അവ പലായനം ചെയ്യുന്നു. അവിടുന്ന് നിർദ്ദേശിച്ച ഇടങ്ങളിൽ പർവ്വതങ്ങൾ പൊങ്ങിയും താഴ്വരകൾ താണും നിൽക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. ജലം വീണ്ടും ഭൂമിയെ മൂടാതിരിക്കാൻ അങ്ങു അതിനു അലംഘനീയമായ അതിരു നിശ്ചയിച്ചു. അവിടുന്നു താഴ്വരകളിലേക്ക് ഉറവകളെ ഒഴുക്കുന്നു. അവ മലകൾക്കിടയിലൂടെ ഒഴുകുന്നു. എല്ലാ വന്യമൃഗങ്ങളും അതിൽ നിന്നും കുടിക്കുന്നു. കാട്ടുകഴുതകളും ദാഹം തീർക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. ആകാശപ്പറവകൾ അവയുടെ തീരത്തു വസിക്കുന്നു. മരക്കൊമ്പുകൾക്കിടയിലിരുന്നു അവ പാടുന്നു. അവിടുന്നു തന്റെ ഉന്നതമായ മന്ദിരത്തിൽ നിന്നും മലകളെ നനയ്ക്കുന്നു. അങ്ങയുടെ പ്രവൃത്തിയുടെ ഫലം അനുഭവിച്ച് ഭൂമി തൃപ്തിയടയുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ
കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. അവിടുന്നു കന്നുകാലികൾക്കു വേണ്ടി പുല്ലുമുളപ്പിക്കുന്നു. മനുഷ്യന് ഭൂമിയിൽ നിന്നും ആഹാരം ലഭിക്കാൻ കൃഷിക്കു വേണ്ട സസ്യങ്ങൾ മുളപ്പിക്കുന്നു. മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കാൻ വീഞ്ഞും മുഖം മിനുക്കാൻ എണ്ണയും ശക്തി നൽകാൻ ഭക്ഷണവും പ്രദാനം ചെയ്യുന്നു. കർത്താവിന്റെ വൃക്ഷങ്ങൾക്ക് അവിടുന്നു നട്ടുപിടിപ്പിച്ച ലെബനോനിലെ ദേവദാരുക്കൾക്ക് സമൃദ്ധമായി ജലം ലഭിക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. അവയിൽ പക്ഷികൾ കൂടുകൂട്ടുന്നു. കൊക്കു ദേവദാരുവിൽ ചേക്കേറുന്നു. ഉയർന്ന പർവ്വതങ്ങൾ കാട്ടാടുകൾക്കും പാറകൾ കുഴിമുയലുകൾക്കും സങ്കേതമാണ്. ഋതുക്കൾ നിർണയിക്കാൻ അവിടുന്നു ചന്ദ്രനെ നിർമ്മിച്ചു. സൂര്യനു തന്റെ അസ്തമയം അറിയാം. അവിടുന്നു ഇരുട്ടു വരുത്തുന്നു, രാത്രിയാക്കുന്നു. അപ്പോൾ വന്യജീവികൾ പുറത്തിറങ്ങുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. യുവസിംഹങ്ങൾ ഇരയ്ക്കു വേണ്ടി അലറുന്നു. ദൈവത്തോടു അവ ഇര ചോദിക്കുന്നു. സൂര്യനുദിക്കുമ്പോൾ അവ മടങ്ങിപ്പോയി ഗുഹകളിൽ കിടക്കുന്നു. അപ്പോൾ മനുഷ്യർ വേലയ്ക്കിറങ്ങുന്നു. സന്ധ്യയോളം അവർ അധ്വാനിക്കുന്നു. കർത്താവേ, അങ്ങയുടെ സൃഷ്ടികൾ എത്ര വൈവിധ്യപൂർണങ്ങളാണ്. ജ്ഞാനത്താൽ അങ്ങു അവയെ നിർമ്മിച്ചു. ഭൂമി അങ്ങയുടെ സൃഷ്ടികളാൽ നിറഞ്ഞിരിക്കുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. അതാ വിസ്തൃതമായ മഹാസമുദ്രം, ചെറുതും വലുതുമായ അസംഖ്യം ജീവികളെ കൊണ്ട് അതു നിറഞ്ഞിരിക്കുന്നു. അതിൽ കപ്പലുകൾ സഞ്ചരിക്കുന്നു. അങ്ങു സൃഷ്ടിച്ച ലെവിയാതൻ അതിൽ വിഹരിക്കുന്നു. യഥാസമയം ഭക്ഷണം ലഭിക്കാൻ അവ അങ്ങയെ നോക്കിയിരിക്കുന്നു. അങ്ങു നൽകുമ്പോൾ അവ ഭക്ഷിക്കുന്നു. അങ്ങു കൈ തുറന്നു കൊടുക്കുമ്പോൾ അവ നന്മകളാൽ സംതൃപ്തരാകുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക എന്റെ ദൈവമായ കർത്താവേ അങ്ങ് അത്യുന്നതനാണ്. അവിടുന്നു മുഖം മറയ്ക്കുമ്പോൾ അവ പരിഭ്രാന്തരാകുന്നു. അങ്ങു അവയുടെ ശ്വാസം പിൻവലിക്കുമ്പോൾ
അവ മരിച്ചു പൂഴിയിലേക്കു മടങ്ങുന്നു. അങ്ങു ജീവശ്വാസമയക്കുമ്പോൾ അവ സൃഷ്ടിക്കപ്പെടുന്നു. അങ്ങ് ഭൂമുഖം നവീകരിക്കുന്നു. കർത്താവിന്റെ മഹത്വം എന്നേക്കും നിലനിൽക്കട്ടെ. കർത്താവ് തന്റെ സൃഷ്ടികളിൽ ആനന്ദിക്കട്ടെ. അവിടുന്ന് നോക്കുമ്പോൾ ഭൂമി വിറകൊള്ളുന്നു. അവിടുന്ന് സ്പർശിക്കുമ്പോൾ പർവ്വതങ്ങൾ പുകയുന്നു. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ കർത്താവിനു കീർത്തനം പാടും. ആയുഷ്കാലമത്രയും ഞാൻ എന്റെ ദൈവത്തെ പാടി സ്തുതിക്കും. എന്റെ ഈ ഗാനം അവിടുത്തേക്ക് പ്രീതികരമാകട്ടെ. ഞാൻ കർത്താവിൽ ആനന്ദിക്കുന്നു. പാപികൾ ഭൂമിയിൽ നിന്നും നിർമാർജനം ചെയ്യപ്പെടട്ടെ. ദുഷ്ടന്മാർ ഇല്ലാതാകട്ടെ. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. കർത്താവിനെ സ്തുതിക്കുക. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. എന്റെ ആത്മാവേ കർത്താവിനെ വാഴ്ത്തുക. എന്റെ ദൈവമായ കർത്താവേ, അങ്ങ് അത്യുന്നതനാണ്. പുറപ്പാടിന്റെ കർത്താവിന് കൃതജ്ഞത അർപ്പിക്കുകയാണ് 105-ാം സങ്കീർത്തനം. ഒപ്പം കർത്താവിന്റെ ചട്ടങ്ങളും നിയമങ്ങളും അനുസരിക്കാനുള്ള ഇസ്രായേലിന്റെ ബാധ്യതയും സങ്കീർത്തകൻ അനുസ്മരിക്കുന്നു. അനുദിന ജീവിതത്തിലുള്ള ദൈവത്തിന്റെ ഇടപെടലുകൾക്ക് നമുക്ക് നന്ദി പറയാം. അവിടുത്തെ വചനത്തോടുള്ള വിധേയത്വം ഏറ്റുചൊല്ലാം. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുത്തെ നാമം വിളിച്ചപേക്ഷിക്കുവിൻ, വിളിച്ചപേക്ഷിക്കുവിൻ. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുത്തെ പ്രവൃത്തികൾ ജനതകളുടെ ഇടയിൽ ഉദ്ഘോഷിക്കുവിൻ, ഉദ്ഘോഷിക്കുവിൻ, ഉദ്ഘോഷിക്കുവിൻ. അവിടുത്തേക്കു ഗാനമാലപിക്കുവിൻ, സ്തുതിഗീതങ്ങൾ ആലപിക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ, അവിടുത്തെ അത്ഭുതങ്ങൾ വർണ്ണിക്കുവിൻ. അവിടുത്തെ വിശുദ്ധ നാമത്തിൽ അഭിമാനം കൊള്ളുവിൻ. കർത്താവിനെ അന്വേഷിക്കുന്നവരുടെ ഹൃദയം ആഹ്ലാദിക്കട്ടെ. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. കർത്താവിനെയും അവിടുത്തെ ബലത്തെയും അന്വേഷിക്കുവിൻ. നിരന്തരം അവിടുത്തെ സാന്നിധ്യം തേടുവിൻ.
അവിടുന്നു ചെയ്ത വിസ്മയാവഹങ്ങളായ പ്രവൃത്തികളെ ഓർക്കുവിൻ. അവിടുത്തെ അത്ഭുതങ്ങളെയും ന്യായവിധികളെയും തന്നെ. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുത്തെ ദാസനായ അബ്രാഹത്തിന്റെ സന്തതികളെ, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവനായ യാക്കോബിന്റെ മക്കളെ ഓർമ്മിക്കുവിൻ. അവിടുന്നാണ് നമ്മുടെ ദൈവമായ കർത്താവ്. അവിടുത്തെ ന്യായവിധികൾ ഭൂമിക്കു മുഴുവൻ ബാധകമാകുന്നു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് തന്റെ ഉടമ്പടി എന്നേക്കും അനുസ്മരിക്കും. തന്റെ വാഗ്ദാനം തലമുറകൾ വരെ ഓർമ്മിക്കും. അബ്രാഹത്തോടു ചെയ്ത ഉടമ്പടി ഇസഹാക്കിന് ശപഥപൂർവം നൽകിയ വാഗ്ദാനം തന്നെ. അവിടുന്ന് അത് യാക്കോബിന് ഒരു ചട്ടമായും ഇസ്രായേലിന് ശാശ്വതമായൊരു ഉടമ്പടിയായും സ്ഥിരീകരിച്ചു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് അരുളി ചെയ്തു, നിനക്കു നിശ്ചയിച്ച ഓഹരിയായി ഞാൻ കാനാൻ ദേശം നൽകും. അന്നവർ എണ്ണത്തിൽ കുറഞ്ഞവരും നിസാരരും അവിടെ പരദേശികളുമായിരുന്നു. അവർ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിലലഞ്ഞു നടന്നു. ആരും അവരെ പീഡിപ്പിക്കാൻ അവിടുന്ന് സമ്മതിച്ചില്ല. അവരെ പ്രതി അവിടുന്ന് രാജാക്കന്മാരെ ശാസിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. എന്റെ അഭിഷിക്തരെ തൊട്ടു പോകരുത്, എന്റെ പ്രവാചകർക്ക് ഒരു ഉപദ്രവവും ചെയ്യരുത് എന്നവിടുന്ന് ആജ്ഞാപിച്ചു. അവിടുന്നു നാട്ടിൽ ക്ഷാമം വരുത്തുകയും അപ്പമാകുന്ന താങ്ങ് തകർത്തു കളയുകയും ചെയ്തു. അപ്പോൾ അവർക്കു മുൻപായി അവിടുന്നൊരുവനെ അയച്ചു. അടിമയായി വിൽക്കപ്പെട്ട ജോസഫിനെ തന്നെ. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവന്റെ കാലുകൾ വിലങ്ങുകൊണ്ടു മുറിഞ്ഞു, അവന്റെ കഴുത്തിലിരുമ്പു പട്ടമുറുകി. അവൻ പ്രവചിച്ചത് സംഭവിക്കുവോളം കർത്താവിന്റെ വചനം
അവനെ പരീക്ഷിച്ചു. രാജാവനെ ആളയച്ചു വിടുവിച്ചു. ജനതകളുടെ അധിപൻ അവനെ സ്വതന്ത്രനാക്കി. തന്റെ ഭവനത്തിൻ്റെ നാഥനും തന്റെ സമ്പത്തിന്റെ ഭരണാധിപനുമായി അവനെ നിയമിച്ചു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. തന്റെ പ്രഭുക്കന്മാർക്ക് ഉചിതമായ ശിക്ഷണം നൽകാനും തന്റെ ശ്രേഷ്ഠന്മാർക്ക് ജ്ഞാനം ഉപദേശിക്കാനും അവനെ നിയോഗിച്ചു. അപ്പോൾ ഇസ്രായേൽ ഈജിപ്തിലേക്കു വന്നു. യാക്കോബ് ഹാമിന്റെ ദേശത്തു ചെന്നു പാർത്തു. കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. ദൈവം തന്റെ ജനത്തെ സന്താന പുഷ്ടിയുള്ളവരാക്കി. തങ്ങളുടെ വൈരികളെക്കാൾ ശക്തരാക്കി. തന്റെ ജനത്തെ വെറുക്കാനും തന്റെ ദാസരോട് കൗശലം കാണിക്കാനും വേണ്ടി അവിടുന്നവരെ പ്രേരിപ്പിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് തന്റെ ദാസനായ മോശയെയും താൻ തിരഞ്ഞെടുത്ത അഹറോനെയുമയച്ചു. അവരവരുടെ ഇടയിൽ അവിടുത്തെ അടയാളങ്ങളും ഹാമിന്റെ ദേശത്ത് അത്ഭുതങ്ങളും പ്രവർത്തിച്ചു. അവിടുന്ന് അന്ധകാരമയച്ച് നാടിനെ ഇരുട്ടിലാക്കി. അവർ അവിടുത്തെ വചനത്തെ എതിർത്തു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നവരുടെ ജലമെല്ലാം രക്തമാക്കി. അവരുടെ മത്സ്യങ്ങൾ ചത്തൊടുങ്ങി. അവരുടെ നാട്ടിൽ തവളകൾ നിറഞ്ഞു. അവരുടെ രാജാക്കന്മാരുടെ മണിയറകളിൽ പോലും അവിടുന്ന് കൽപ്പിച്ചു. ഈച്ചകളും പേനും പറ്റമായി വന്ന് അവരുടെ നാട്ടിലെങ്ങും നിറഞ്ഞു. ആഹാ, കർത്താവിന് കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നവർക്ക് മഴയ്ക്കു പകരം കന്മഴ കൊടുത്തു. അവരുടെ നാട്ടിലെല്ലാം മിന്നൽ പിണർപ്പാഞ്ഞു. അവിടുന്നവരുടെ മുന്തിരിത്തോട്ടങ്ങൾ
അത്തിവൃക്ഷങ്ങളും തകർത്തു. അവരുടെ നാട്ടിലെ വൃക്ഷങ്ങൾ നശിപ്പിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നു കൽപ്പിച്ചപ്പോൾ വെട്ടുക്കിളികൾ വന്നു. സംഖ്യാതീതമായി അവ വന്നു. അവ അവരുടെ നാട്ടിലെ സകല സസ്യങ്ങളും അവരുടെ വയലിലെ സകല വിളവുകളും തിന്നൊടുക്കി. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവരുടെ നാട്ടിലെ കടിഞ്ഞൂലുകളെ, പൗരുഷത്തിൻ്റെ ആദ്യ ഫലങ്ങളെ മുഴുവനവിടുന്നു സംഹരിച്ചു. അനന്തരമവിടുന്ന് ഇസ്രായേലിനെ സ്വർണത്തോടും വെള്ളിയോടും കൂടെ മോചിപ്പിച്ചു, നയിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവന്റെ ഗോത്രങ്ങളിൽ ഒരുവനും കാലിടറിയില്ല. അവർ പുറപ്പെട്ടപ്പോൾ ഈജിപ്ത് സന്തോഷിച്ചു. എന്തെന്നാൽ അവരെ പറ്റിയുള്ള ഭീതിയതിൻ്റെ മേൽ നിബദിച്ചിരുന്നു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നവർക്കു തണലിനു വേണ്ടി ഒരു മേഘത്തെ വിരിച്ചു. രാത്രിയിൽ പ്രകാശം നൽകാൻ അഗ്നി ജ്വലിപ്പിച്ചു. അവർ ചോദിച്ചു, അവിടുന്ന് കാടപ്പക്ഷികളെ കൊടുത്തു. അവർക്കു വേണ്ടി ആകാശത്തു നിന്നു സമൃദ്ധമായി അപ്പം വർഷിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്ന് പാറ തുറന്നു വെള്ളം പൊട്ടിയൊഴുകി. അത് മരുഭൂമിയിലൂടെ നദി പോലെ പ്രവഹിച്ചു. എന്തെന്നാൽ അവിടുന്നു തന്റെ വിശുദ്ധ വാഗ്ദാനത്തെയും തന്റെ ദാസനായ അബ്രാഹത്തെയും അനുസ്മരിച്ചു. അവിടുന്നു തന്റെ ജനത്തെ സന്തോഷത്തോടെ, തന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ഗാനാലാപത്തോടെ നയിച്ചു. കർത്താവിനു കൃതജ്ഞതയർപ്പിക്കുവിൻ, കൃതജ്ഞതയർപ്പിക്കുവിൻ. അവിടുന്നു ജനതകളുടെ ദേശങ്ങൾ അവർക്കു നൽകി.
ജനതകളുടെ അധ്വാനത്തിൻ്റെ ഫലമവർ കൈയടക്കി. അവർ എന്നെന്നും തൻ്റെ ചട്ടങ്ങളാദരിക്കാനും തൻ്റെ നിയമങ്ങൾ അനുസരിക്കാനും വേണ്ടി തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ. ഓർമ്മകൾ വെറും ഓർമ്മകളല്ല, വർത്തമാനകാലത്തിന്റെ മുതൽക്കൂട്ടുകളാണവ. ഇസ്രായേലിന്റെ ചരിത്രം ഒന്നൊന്നായി അനുസ്മരിച്ച് കർത്താവിന്റെ കാരുണ്യത്തെ ഘോഷിക്കുന്ന 106 സങ്കീർത്തന കർത്താവിനോടൊത്ത് നമുക്കും ആലപിക്കാം. കർത്താവിനെ സ്തുതിക്കുവിൻ, കർത്താവിന് നന്ദി പറയുവിൻ. അവിടുന്ന് നല്ലവനാണ്, അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിൻ്റെ അത്ഭുത കൃത്യങ്ങൾ ആരു വർണ്ണിക്കും? അവിടുത്തെ അപദാനങ്ങൾ ആരു കീർത്തിക്കും? ന്യായം പാലിക്കുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്നവർ ഭാഗ്യവാന്മാർ. കർത്താവേ, അവിടുന്ന് ജനത്തോടു കാരുണ്യം കാണിക്കുമ്പോൾ എന്നെ ഓർക്കണമേ. അവിടുന്ന് അവരെ മോചിപ്പിക്കുമ്പോൾ എന്നെ സഹായിക്കണമേ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ ഐശ്വര്യം കാണാൻ എനിക്ക് ഇടയാകട്ടെ. അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ ഞാൻ പങ്കുചേരട്ടെ. അങ്ങയുടെ അവകാശത്തോടൊപ്പം ഞാൻ അഭിമാനം കൊള്ളട്ടെ. ഞങ്ങളും ഞങ്ങളുടെ പിതാക്കന്മാരും പാപം ചെയ്തു, ഞങ്ങൾ അനീതി പ്രവർത്തിച്ചു, ഞങ്ങൾ ദുഷ്ടതയോടെ പെരുമാറി. ഞങ്ങളുടെ പിതാക്കന്മാർ ഈജിപ്തിലായിരുന്നപ്പോൾ അങ്ങയുടെ അത്ഭുതങ്ങളെ ഗൗനിച്ചില്ല. അങ്ങയുടെ കാരുണ്യാതിരേകത്തെ അവർ അനുസ്മരിച്ചില്ല. അവർ ചെങ്കടൽ തീരത്തുവെച്ച് അത്യുന്നതനെതിരെ മത്സരിച്ചു. എന്നിട്ടും അവിടുന്ന് തന്റെ മഹാശക്തി വെളിപ്പെടുത്താൻ വേണ്ടി
തന്റെ നാമത്തെ പ്രതി അവരെ രക്ഷിച്ചു. അവിടുന്ന് ചെങ്കടലിനെ ശാസിച്ചു, അതു വറ്റി വരണ്ടു. അവിടുന്ന് അവരെ മരുഭൂമിയിലൂടെ എന്ന പോലെ ആഴിയിലൂടെ നടത്തി. അവിടുന്ന് അവരെ ശത്രുക്കളുടെ കയ്യിൽ നിന്ന് രക്ഷിച്ചു, വൈരികളുടെ പിടിയിൽ നിന്ന് വീണ്ടെടുത്തു. വെള്ളം അവരുടെ ശത്രുക്കളെ മൂടിക്കളഞ്ഞു, അവരിലാരും അവശേഷിച്ചില്ല. അപ്പോൾ അവിടുത്തെ വാക്കുകൾ അവർ വിശ്വസിച്ചു. അവർ അവിടുത്തേക്കു സ്തുതി പാടി. എങ്കിലും അവർ അവിടുത്തെ പ്രവൃത്തികൾ വേഗം മറന്നുകളഞ്ഞു. അവിടുത്തെ ഉപദേശം തേടിയില്ല. മരുഭൂമിയിൽ വച്ച് ആസക്തി അവരെ കീഴടക്കി. വിജനപ്രദേശത്തു വച്ച് അവർ ദൈവത്തെ പരീക്ഷിച്ചു. അവർ ചോദിച്ചത് അവിടുന്ന് അവർക്കു കൊടുത്തു. എങ്കിലും അവരുടെ ഇടയിലേക്കു മാരകരോഗം അയച്ചു. ജനം പാളയത്തിൽ വച്ചു മോശയുടെയും കർത്താവിന്റെ വിശുദ്ധനായ അഹറോന്റെയും നേരെ അസൂയാലുക്കളായി. അപ്പോൾ ഭൂമി പിളർന്ന് ദാഥാനെ വിഴുങ്ങുകയും അബീറാമിന്റെ സംഘത്തെ മൂടിക്കളയുകയും ചെയ്തു. അവരുടെ സമൂഹത്തിൽ അഗ്നിബാധയുണ്ടായി. അഗ്നിജ്വാല ദുഷ്ടരെ ദഹിപ്പിച്ചു കളഞ്ഞു. അവർ ഹോറബിൽ വെച്ചു കാളക്കുട്ടിയെ ഉണ്ടാക്കി. ആ വാർപ്പുവിഗ്രഹത്തെ അവർ ആരാധിച്ചു. അങ്ങനെ അവർ ദൈവത്തിനു നൽകേണ്ട മഹത്വം പുല്ലു തിന്നുന്ന കാളയുടെ ബിംബത്തിനു നൽകി. ഈജിപ്തിൽ വച്ചു വൻ കാര്യങ്ങൾ ചെയ്ത തങ്ങളുടെ രക്ഷകനായ ദൈവത്തെ അവർ മറന്നു. ഹാമിന്റെ നാട്ടിൽ വച്ചു വിസ്മയനീയമായ പ്രവൃത്തികളും ചെങ്കടലിൽ വച്ചു ഭീതിജനകമായ കാര്യങ്ങളും ചെയ്തവനെ അവർ വിസ്മരിച്ചു. അവരെ നശിപ്പിക്കുമെന്ന് അവിടുന്ന് അരുളിച്ചെയ്തു. അവിടുന്ന് തിരഞ്ഞെടുത്ത മോശ ജനത്തിനു മറയായി. അവിടുത്തെ മുൻപിൽ നിന്നു തടഞ്ഞില്ലായിരുന്നെങ്കിൽ ക്രോധം
അവരെ നശിപ്പിക്കുമായിരുന്നു. അവർ മനോഹരമായ ദേശം നിരസിച്ചു. അവിടുത്തെ വാഗ്ദാനം വിശ്വസിച്ചില്ല. അവർ തങ്ങളുടെ കൂടാരങ്ങളിലിരുന്നു പിറുപിറുത്തു. കർത്താവിന്റെ കൽപ്പന അനുസരിച്ചില്ല. മരുഭൂമിയിൽ അവരെ വീഴ്ത്തുമെന്നും അവരുടെ സന്തതികളെ ജനതകളുടെയും രാജ്യങ്ങളുടെയും ഇടയിൽ ചിതറിക്കുമെന്നും അവിടുന്ന് കരമുയർത്തി ശപഥം ചെയ്തു. അവർ പെയോറിലെ ബാലിന്റെ അനുയായികളായി നിർജീവ ദേവന്മാർക്ക് അർപ്പിച്ച ബലിവസ്തുക്കൾ ഭക്ഷിച്ചു. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് കർത്താവിന്റെ കോപം ജ്വലിപ്പിച്ചു. അവരുടെ ഇടയിൽ ഒരു മഹാമാരി പടർന്നു പിടിച്ചു. അപ്പോൾ ഫിനെഹാസ് ഇടപെട്ടു. അതോടെ മഹാമാരി നിലച്ചു. തന്മൂലം അവൻ തലമുറകളോളം നീതിമാനായി കരുതപ്പെട്ടു. മെരീബാ ജലാശയത്തിനടുത്തുവച്ച് അവർ അവിടുത്തെ പ്രകോപിപ്പിച്ചു. അവർ മൂലം മോശയ്ക്കും ദോഷമുണ്ടായി. അവർ അവന് മനോവേദനയുളവാക്കി. അവൻ വിവേകരഹിതമായി സംസാരിച്ചു. കർത്താവ് കൽപ്പിച്ചതുപോലെ അവർ ജനതകളെ നശിപ്പിച്ചില്ല. അവർ അവരോട് ഇടകലർന്ന് അവരുടെ ആചാരങ്ങൾ ശീലിച്ചു. അവരുടെ വിഗ്രഹങ്ങളെ അവർ സേവിച്ചു. അത് അവർക്കു കെണിയായിത്തീർന്നു. അവർ തങ്ങളുടെ പുത്രന്മാരെ പിശാചുക്കൾക്ക് ബലിയർപ്പിച്ചു. അവർ നിഷ്കളങ്ക രക്തം ചൊരിഞ്ഞു. കാനാനിലെ വിഗ്രഹങ്ങൾക്ക് അവർ ബലിയർപ്പിച്ച തങ്ങളുടെ പുത്രന്മാരുടെ രക്തം തന്നെ. അങ്ങനെ നാട് രക്തം കൊണ്ട് മലിനമായി. അവർ തങ്ങളുടെ പ്രവൃത്തികൾ കൊണ്ട് അശുദ്ധരായിത്തീർന്നു. ഈ പ്രവൃത്തികൾ വഴി അവർ ദൈവത്തോട് അവിശ്വസ്തത കാണിച്ചു. കർത്താവിന്റെ കോപം
തന്റെ ജനത്തിനെതിരെ ജ്വലിച്ചു. അവിടുന്ന് തന്റെ അവകാശത്തെ വെറുത്തു. അവിടുന്ന് അവരെ ജനതകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തു. അവരുടെ വൈരികൾ അവരെ ഭരിച്ചു. അവരുടെ ശത്രുക്കൾ അവരെ ഞെരുക്കി. അവർ അവരുടെ അധികാരത്തിനു കീഴമർന്നു. പല പ്രാവശ്യം അവിടുന്ന് അവരെ മോചിപ്പിച്ചു. എങ്കിലും അവർ മനഃപൂർവം അവിടുത്തെ ധിക്കരിച്ചു. തങ്ങളുടെ അകൃത്യം നിമിത്തം അവർ അധപ്പതിച്ചു. എന്നിട്ടും അവരുടെ നിലവിളി കേട്ട് അവിടുന്ന് അവരുടെ കഷ്ടത പരിഗണിച്ചു. അവിടുന്ന് അവർക്കു വേണ്ടി തന്റെ ഉടമ്പടി ഓർമ്മിച്ചു. തന്റെ കാരുണ്യാതിരേകം മൂലം അവിടുത്തെ മനസ്സലിഞ്ഞു. അവരെ തടവുകാരാക്കിയവർക്ക് അവരോടു സഹതാപം തോന്നാൻ അവിടുന്ന് ഇടയാക്കി. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ജനതകളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ഒരുമിച്ചു കൂട്ടണമേ. അവിടുത്തെ പരിശുദ്ധനാമത്തിനു കൃതജ്ഞതയർപ്പിക്കാനും അവിടുത്തെ സ്തുതിക്കുന്നതിൽ അഭിമാനം കൊള്ളാനും ഞങ്ങൾക്ക് ഇടവരട്ടെ. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് എന്നേക്കും വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ജനം മുഴുവനും ആമേനെന്നു പറയട്ടെ. കർത്താവിനെ സ്തുതിക്കുവിൻ. സങ്കീർത്തനം 107. രക്ഷിക്കപ്പെട്ടവന്റെ കൃതജ്ഞതാഗീതമാണ് 107-ാം സങ്കീർത്തനം. ജീവിതത്തിലെ കാറ്റും കോളും കടന്നു പോവുക തന്നെ ചെയ്യും. അപ്പോൾ കൃതജ്ഞതാഗീതികൾ സ്വയം ഉയരും. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു.
ദൈവത്തിനു നന്ദി പറയുവിൻ, അവിടുന്ന് നല്ലവനാണ്. അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു. കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ, കഷ്ടതയിൽ നിന്നവിടുന്നവരെ രക്ഷിച്ചു. ദേശങ്ങളിൽ നിന്ന് കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും വടക്കുനിന്നും തെക്കുനിന്നും അവിടുന്നവരെ ഒന്നിച്ചു കൂട്ടി. വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു. വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്നവരെ രക്ഷിച്ചു. വാസയോഗ്യമായ നഗരത്തിലെത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്കു നയിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്നു ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തിയുളവാക്കുകയും ചെയ്യുന്നു. പീഡിതരും ബന്ധിതരുമായി ചിലർ അന്ധകാരത്തിലും മരണത്തിന്റെ നിഴലിലും ഇരുന്നു. എന്തെന്നാൽ അവർ ദൈവത്തിന്റെ വാക്കുകൾ ധിക്കരിച്ചു. അത്യുന്നതന്റെ ഉപദേശം നിരസിച്ചു. അടിമവേല കൊണ്ട് അവരുടെ മനം ഇടിഞ്ഞു. അവർ വീണു. സഹായിക്കാനാരുമുണ്ടായില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നു രക്ഷിച്ചു. അന്ധകാരത്തിൽ നിന്നും മരണത്തിന്റെ നിഴലിൽ നിന്നും അവിടുന്നവരെ പുറത്തു കൊണ്ടുവന്നു. അവരുടെ ബന്ധനങ്ങൾ പൊട്ടിച്ചെറിഞ്ഞു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്നു ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. എന്തെന്നാൽ അവിടുന്ന് പിച്ചളവാതിലുകൾ തകർക്കുന്നു. ഇരുമ്പോടാമ്പലുകളെ ഒടിക്കുന്നു. പാപകരമായ മാർഗങ്ങൾ പിന്തുടർന്ന് ചിലർ രോഗികളായി തീർന്നു. തങ്ങളുടെ അകൃത്യങ്ങളാൽ അവർ
ഭക്ഷണത്തെയും വെറുത്തു. അവർ മൃത്യു കവാടങ്ങളെ സമീപിച്ചു. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നു രക്ഷിച്ചു. അവിടുന്ന് തന്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കൾക്കായി അവിടുന്നു ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. അവർ കൃതജ്ഞതാബലി അർപ്പിക്കട്ടെ. ആനന്ദഗീതമാലപിച്ച് അവിടുത്തെ പ്രവർത്തികളെ പ്രകീർത്തിക്കട്ടെ. ചിലർ സമുദ്രവ്യാപാരം ചെയ്യാൻ കപ്പലുകളിൽ പുറപ്പെട്ടു. അവർ കർത്താവിന്റെ പ്രവർത്തികൾ ആഴിയിൽ അവിടുന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങൾ കണ്ടു. അവിടുന്ന് കൽപ്പിച്ചപ്പോൾ കൊടുങ്കാറ്റു വീശി സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. അവ ആകാശത്തോളം ഉയർന്നു വീണ്ടും ആഴങ്ങളിലേക്കു താണു. ഈ അപകടത്തിൽ അവരുടെ ധൈര്യം ചോർന്നുപോയി. അവർ ഉന്മത്തരെ പോലെ ആടിയുലയുകയും വേച്ചു നടക്കുകയും ചെയ്തു. എന്തു ചെയ്യണമെന്നവർ അറിഞ്ഞില്ല. അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനോട് നിലവിളിച്ചപേക്ഷിച്ചു. അവിടുന്നവരെ ഞെരുക്കങ്ങളിൽ നിന്നു വിടുവിച്ചു. അവിടുന്ന് കൊടുങ്കാറ്റിനെ ശാന്തമാക്കി തിരമാലകൾ ശമിച്ചു. ശാന്തത വന്നതുകൊണ്ടവർ സന്തോഷിച്ചു. അവർ ആഗ്രഹിച്ച തുറമുഖത്ത് അവിടുന്നവരെ എത്തിച്ചു. അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യമക്കളിൽ അവിടുന്നു ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ. ജനത്തിന്റെ സഭയിൽ അവർ അവിടുത്തെ മഹത്വപ്പെടുത്തട്ടെ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. ശ്രേഷ്ഠന്മാരുടെ സഭയിൽ അവിടുത്തെ പ്രകീർത്തിക്കട്ടെ. അവിടുന്ന് നദികളെ മരുഭൂമിയായും നീരുറവകളെ വരണ്ട നിലമായും മാറ്റുന്നു. അവിടുന്ന് ഫലപുഷ്ടിയാർന്ന് ഭൂമിയെ ഒരു നിലമാക്കുന്നു. ഇതെല്ലാം ദേശവാസികളുടെ ദുഷ്ടത നിമിത്തമാണ്.
അവിടുന്നു മരുഭൂമിയെ തടാകങ്ങളായും വരണ്ട ഭൂമിയെ നീരുറവകളായും മാറ്റുന്നു. അവിടുന്ന് വിശക്കുന്നവരെ അവിടെ പാർപ്പിക്കുന്നു. അവിടെ താമസിക്കാൻ അവർ ഒരു നഗരം സ്ഥാപിക്കുന്നു. അവർ വയലുകളിൽ വിതയ്ക്കുകയും മുന്തിരിത്തോട്ടങ്ങൾ വച്ചു പിടിപ്പിക്കുകയും സമൃദ്ധമായി വിളവു നേടുകയും ചെയ്യുന്നു. അവിടുത്തെ അനുഗ്രഹം കൊണ്ട് അവരുടെ എണ്ണം പെരുകി. അവരുടെ കന്നുകാലികൾ കുറഞ്ഞു പോകാൻ അവിടുന്ന് സമ്മതിച്ചില്ല. പീഡനവും കഷ്ടതകളും സങ്കടവും കൊണ്ട് എണ്ണം കുറഞ്ഞവർ ദുർബലരായി. അപ്പോൾ അവിടുന്ന് പ്രഭുക്കന്മാരെ നിന്നാപാത്രങ്ങളാക്കുകയും വഴിയില്ലാത്ത ശൂന്യപ്രദേശങ്ങളിൽ ഉഴലാനവർക്ക് ഇടവരുത്തുകയും ചെയ്തു. എന്നാൽ പാവപ്പെട്ടവരെ അവിടുന്ന് പീഡനത്തിൽ നിന്ന് കരകയറ്റി. ആട്ടിൻ പറ്റത്തെ എന്ന പോലെ അവരുടെ കുടുംബങ്ങളെ വർദ്ധിപ്പിച്ചു. പരമാർത്ഥ ഹൃദയർ ഇതു കണ്ടു സന്തോഷിക്കുന്നു. ദുഷ്ടർ മൗനം പാലിക്കുകയും ചെയ്യുന്നു. വിവേകമുള്ളവർ ഇതു ശ്രദ്ധിച്ചു ഗ്രഹിക്കട്ടെ. മനുഷ്യർ കർത്താവിന്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. മനുഷ്യർ കർത്താവിന്റെ കാരുണ്യത്തെപ്പറ്റി ചിന്തിക്കട്ടെ. ആത്മാവിനെ വിളിച്ചുണർത്തി കിന്നരത്തെയും വീണയെയും ഉണർത്തി ഉഷസ്സിനെ വിളിച്ചുണർത്തി കർത്താവിന് നന്ദി പറയുന്ന സങ്കീർത്തകനെയാണ് 108 സങ്കീർത്തനത്തിൽ നാം കണ്ടുമുട്ടുന്നത്. എന്റെ ആത്മാവേ ഉണരുക, വീണയും കിന്നരവും ഉണരട്ടെ. ഉഷസ്സിനെ ഞാൻ വിളിച്ചുണർത്തും. കർത്താവേ, ജനതകളുടെ ഇടയിൽ ഞാൻ അങ്ങേയ്ക്ക് നന്ദി പറയും. ജനപദങ്ങളുടെ ഇടയിൽ
അവർ മോചിതരാകട്ടെ. വലതു കൈ നീട്ടി എന്നെ സഹായിക്കുകയും എനിക്ക് ഉത്തരമരുളുകയും ചെയ്യണമേ. ദൈവം തന്റെ വിശുദ്ധ മന്ദിരത്തിൽ വച്ച് വാഗ്ദാനം ചെയ്തു. ജയഘോഷത്തോടെ ഞാൻ ശെക്കേമിനെ വിഭജിക്കും. സുക്കോത്തു താഴ്വരയെ അളന്നു തിരിക്കും. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ഗിലെയാദ് എനിക്കുള്ളതാണ്, മനാസേയും എന്റേതാണ്. എഫ്രായിം എന്റെ പടത്തൊപ്പിയും യൂദാ എന്റെ ചെങ്കോലുമാണ്. മോവാബിന്റെ ക്ഷാളനപാത്രം, ഏദോമിൽ ഞാൻ എന്റെ പാദുകം വയ്ക്കുന്നു. ഫിലിസ്ത്യദേശത്ത് ഞാൻ ജയഭേരി മുഴക്കും. ഫിലിസ്ത്യദേശത്ത് ഞാൻ ജയഭേരി മുഴക്കും. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. സുരക്ഷിത നഗരത്തിലേക്ക് ആരെന്നെ നയിക്കും? ഏദോമിലേക്ക് ആരെന്നെ കൊണ്ടുപോകും? ദൈവമേ, അങ്ങ് ഞങ്ങളെ പരിത്യജിച്ചില്ലേ? ദൈവമേ, അങ്ങ് ഞങ്ങളുടെ സൈന്യത്തോടൊത്തു നീങ്ങുന്നില്ലല്ലോ. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. ശത്രുവിനെതിരെ ഞങ്ങളെ സഹായിക്കണമേ. എന്തെന്നാൽ മനുഷ്യന്റെ സഹായം നിഷ്ഫലമാണ്. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. ദൈവം കൂടെയുണ്ടെങ്കിൽ ഞങ്ങൾ ധീരമായി പൊരുതും. അവിടുന്നാണ് ഞങ്ങളുടെ ശത്രുക്കളെ ചവിട്ടി മെതിക്കാൻ പോകുന്നത്. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു ദൈവമേ. എന്റെ ഹൃദയം ഒരുങ്ങിയിരിക്കുന്നു. ഞാൻ അങ്ങയെ പാടി പുകഴ്ത്തും. നൂറ്റിയൊൻപതാം സങ്കീർത്തനം ആലപിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു സഹജീവി പോലും
നാം മൂലം കർത്തൃസന്നിധിയിൽ വിലപിക്കാൻ ഇടയാകാതിരിക്കട്ടെ. ദൈവമേ, ഞാനങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മൗനമായിരിക്കരുതേ. എന്തെന്നാൽ ദുഷ്ടതയും വഞ്ചനയും നിറഞ്ഞവാ എന്റെ നേരെ തുറന്നിരിക്കുന്നു. അത് എനിക്കെതിരെ വ്യാജം പറയുന്നു. വിദ്വേഷം നിറഞ്ഞ വാക്കുകൾ കൊണ്ടവരെന്നെ വളഞ്ഞു. അകാരണമായി അവരെന്നെ ആക്രമിക്കുന്നു. ഞാൻ അവർക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ പോലും എന്റെ സ്നേഹത്തിനു പകരമായി അവർ കുറ്റാരോപണം നടത്തുന്നു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മൗനമായിരിക്കരുതേ. നന്മയ്ക്കു പകരം തിന്മയും സ്നേഹത്തിനു പകരം വിദ്വേഷവും അവരെനിക്കു തരുന്നു. അവനെതിരെ ഒരു ദുഷ്ടനെ നിയോഗിക്കണമേ. നീചൻ അവന്റെ മേൽ കുറ്റം ആരോപിക്കട്ടെ. വിചാരണയിൽ അവൻ കുറ്റക്കാരനായി കാണപ്പെടട്ടെ. അവന്റെ പ്രാർത്ഥന പാപമായി പരിഗണിക്കപ്പെടട്ടെ. അവന്റെ നാളുകൾ ചുരുങ്ങിപ്പോകട്ടെ. അവന്റെ വസ്തുവകകൾ മറ്റൊരുവൻ അപഹരിക്കട്ടെ. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മൗനമായിരിക്കരുതേ. അവന്റെ മക്കൾ അനാഥരും അവന്റെ ഭാര്യ വിധവയുമായി തീരട്ടെ. അവന്റെ മക്കൾ അലഞ്ഞു നടന്നു ഭിക്ഷയാചിക്കട്ടെ. അവർ വസിക്കുന്ന നഷ്ടശിഷ്ടങ്ങളിൽ നിന്നവർ ആട്ടിയോടിക്കപ്പെടട്ടെ. കടക്കാർ അവന്റെ സ്വത്തു പിടിച്ചെടുക്കട്ടെ. അവന്റെ അധ്വാനത്തിന്റെ ഫലങ്ങൾ അന്യർ കൊള്ളയടിക്കട്ടെ. അവനോടു കാരുണ്യം കാണിക്കാൻ ആരുമുണ്ടാകാതിരിക്കട്ടെ. അവന്റെ അനാഥരായ മക്കളോട് ആർക്കും അലിവ് തോന്നാതിരിക്കട്ടെ. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്ന് മൗനമായിരിക്കരുതേ. അവന്റെ വംശം മറ്റുപോകട്ടെ. രണ്ടാം തലമുറയിൽ അവന്റെ പേര്
മാഞ്ഞു പോകട്ടെ. അവന്റെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഓർമ്മിക്കപ്പെടട്ടെ. അവന്റെ മാതാവിന്റെ പാപം മാഞ്ഞു പോകാതിരിക്കട്ടെ. അവ നിരന്തരം കർത്താവിന്റെ മുമ്പാകെ ഉണ്ടായിരിക്കട്ടെ. അവന്റെ സ്മരണ ഭൂമിയിൽ നിന്ന് വിച്ഛേദിക്കപ്പെടട്ടെ. എന്തെന്നാൽ കരുണ കാണിക്കാൻ അവനോർത്തില്ല. മാത്രമല്ല ദരിദ്രരെയും അഗതികളെയും ഹൃദയം തകർന്നവരെയും അവരുടെ മരണം വരെ അവൻ പിന്തുടർന്നുപദ്രവിച്ചു. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്നു മൗനമായിരിക്കരുതേ. ശപിക്കുക അവന് ഇഷ്ടമായിരുന്നു. ശാപങ്ങൾ അവന്റെ മേൽ നിപതിക്കട്ടെ. അനുഗ്രഹിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല. അത് അവനിൽ നിന്നകന്നു നിൽക്കട്ടെ. വസ്ത്രമെന്ന പോലെ അവൻ ശാപമണിഞ്ഞു. അതു ജലം പോലെ അവന്റെ ശരീരത്തിലും എണ്ണ പോലെ അവന്റെ അസ്ഥികളിലും കിനിഞ്ഞിറങ്ങട്ടെ. അത് അവനണിയുന്ന അങ്കി പോലെയും നിത്യം ധരിക്കുന്ന അരപ്പട്ട പോലെയും ആയിരിക്കട്ടെ. എനിക്കെതിരായി തിന്മ സംസാരിക്കുകയും എന്റെ മേൽ കുറ്റമാരോപിക്കുകയും ചെയ്യുന്നവർക്ക് കർത്താവിൽ നിന്നുള്ള പ്രതിഫലമിതായിരിക്കട്ടെ. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്നു മൗനമായിരിക്കരുതേ. എന്നാൽ എന്റെ കർത്താവായ ദൈവമേ, എന്നോടങ്ങയുടെ നാമത്തിനൊത്ത വിധം പ്രവർത്തിക്കണമേ. അങ്ങയുടെ വിശിഷ്ടമായ കാരുണ്യത്തെ പ്രതി എന്നെ മോചിപ്പിക്കണമേ. ഞാൻ ദരിദ്രനും അഗതിയുമാണ്. എന്റെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു. സായാഹ്നത്തിലെ നിഴൽ പോലെ ഞാൻ കടന്നു പോകുന്നു. വെട്ടുകിളിയെ എന്ന പോലെ എന്നെ കുടഞ്ഞെറിയുന്നു. ഉപവാസം കൊണ്ടെന്റെ കാൽമുട്ടുകൾ ദുർബലമായിരിക്കുന്നു. ഞാനെല്ലും തോലുമായിരിക്കുന്നു. എന്റെ മേൽ കുറ്റമാരോപിക്കുന്നവർക്കു ഞാൻ നിന്ന പാത്രമാണ്. അവർ എന്നെ കാണുമ്പോൾ പരിഹാസപൂർവം തലകുനിക്കുന്നു. എന്റെ ദൈവമായ കർത്താവേ, എന്നെ സഹായിക്കണമേ. അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നെ രക്ഷിക്കണമേ. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്നു മൗനമായിരിക്കരുതേ.
അങ്ങയുടെ കരമാണെന്നും അവിടുന്നാണിതു ചെയ്തതെന്നും അവരറിയട്ടെ. അവർ ശപിച്ചു കൊള്ളട്ടെ, എന്നാൽ അവിടുന്ന് അനുഗ്രഹിക്കണമേ. എന്റെ എതിരാളികൾ ലജ്ജിതരാകട്ടെ. അങ്ങയുടെ ദാസൻ സന്തുഷ്ടനാകട്ടെ. എന്നിൽ കുറ്റമാരോപിക്കുന്നവർ അപമാനം ധരിക്കട്ടെ. അതു പുതപ്പെന്ന പോലെ അവരെ പൊതിയട്ടെ. എന്റെ അധരങ്ങൾ കർത്താവിനേറെ കൃതജ്ഞതയർപ്പിക്കും. ജനക്കൂട്ടത്തിന്റെ നടുവിൽ ഞാൻ അവിടുത്തെ പ്രകീർത്തിക്കും. മരണശിക്ഷയ്ക്കു വിധിക്കുന്നവരിൽ നിന്നു രക്ഷിക്കാം. അഗതിയുടെ വലത്തുവശത്ത് അവിടുന്നു നിൽക്കും. ദൈവമേ, ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. അവിടുന്നു മൗനമായിരിക്കരുതേ. പുതിയ നിയമ പൗരോഹിത്യത്തിന്റെ നൂതനത്വം പ്രവചിച്ച സങ്കീർത്തനമാണ് 110 സങ്കീർത്തനം. രാജാവിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ആലപിക്കപ്പെട്ടിരുന്ന ഈ സങ്കീർത്തനം പ്രാർത്ഥനാപൂർവം നമുക്ക് ആലപിക്കാം. മെൽക്കീസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. മെൽക്കീസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് എന്റെ കർത്താവിനോട് അരുളി ചെയ്തു, ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം നീ എന്റെ വലതുഭാഗത്തിരിക്കുക. മെൽക്കീസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് സിയോനിൽ നിന്ന് നിന്റെ അധികാരത്തിന്റെ ചെങ്കോലയക്കും. ശത്രുക്കളുടെ മധ്യത്തിൽ നീ വാഴുക. മെൽക്കീസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. വിശുദ്ധ പർവ്വതത്തിലേക്ക് നീ സേനയെ നയിക്കുന്ന ദിവസം നിന്റെ ജനം മടികൂടാതെ തങ്ങളെ തന്നെ നിനക്കു സമർപ്പിക്കും. ഉഷസിന്റെ ഉദരത്തിൽ നിന്ന് മഞ്ഞെന്ന പോലെ യുവാക്കൾ നിന്റെ അടുക്കലേക്ക് വരും. മെൽക്കീസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. കർത്താവ് ശപഥം ചെയ്തു, മെൽക്കീസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. അതിനു മാറ്റമുണ്ടാവുകയില്ല. കർത്താവ് നിന്റെ വലതുവശത്തുണ്ട്. തന്റെ ക്രോധത്തിന്റെ ദിനത്തിൽ അവിടുന്ന് രാജാക്കന്മാരെ
കളയും. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു നീ എന്നേക്കും പുരോഹിതനാകുന്നു. ജനതകളുടെ ഇടയിൽ അവിടുന്നു തന്റെ വിധി നടപ്പിലാക്കും. അവിടം ശവശരീരങ്ങൾ കൊണ്ടു നിറയും. ഭൂമിയിലെങ്ങുമുള്ള രാജാക്കന്മാരെ അവിടുന്നു തകർക്കും. വഴിയരികിലുള്ള അരുവിയിൽ നിന്ന് അവൻ പാനം ചെയ്യും. അവൻ ശിരസുയർത്തി നിൽക്കും. മെൽക്കിസദേക്കിന്റെ ക്രമമനുസരിച്ചു